സാദിഖലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇതൊരു വിവാദം കൂടിയാക്കിയിട്ടാണ് ചില ആളുകൾ മാറ്റുന്നത്. വിവാദമാക്കാൻ വേണ്ടി താല്പര്യമുള്ളവരാണ് പറഞ്ഞത്. പൂക്കോയത്തങ്ങളുടെ മകൻ എന്ന് പറഞ്ഞതിലേറെ ഒരു സുപ്രീം പദവി വേറല്ലോ. ഈ പൂക്കോയത്തങ്ങളെ പറ്റി മനസ്സിലാക്കാത്തവരാണ് പറഞ്ഞത്. പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങളുടെ മകൻ എന്നുള്ളതിൽ കവിഞ്ഞൊരു സുപ്രീം പദവി വേറെ ആവശ്യമില്ല. വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കൂരമ്പുകൾ ജിഫ്രി തങ്ങളെ ഏൽക്കേണ്ടി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ ഒരു മനുഷ്യനെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത് എന്നൊക്കെ തോന്നിപ്പോകാറും സങ്കടപ്പെടാറുണ്ട്. ഇതൊക്കെ നിങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ടോ? അതുണ്ട്. തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന അവർക്കൊരു രസമാണത്. ഇല്ലാതെ കള്ളം പറയണം. ആ പറയുന്നതൊക്കെ കള്ളം പറയാം. തങ്ങളെപ്പറ്റി ഇല്ലാത്ത കഥകളാണ് ഈ പറഞ്ഞു വരുന്നത്. തങ്ങൾ പിന്നെ ആരെന്ത് പറഞ്ഞാലും അതത്ര ഗവനിക്കാറില്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അത് പറഞ്ഞോട്ടെ എന്നുള്ള രൂപത്തിൽ അത് അവഗണിക്കലാണ്. അത് സീരിയസ് ആയിട്ട് എടുക്കലില്ല. നമ്മളൊക്കെ ചെന്ന് പറയുമ്പം ഞാനൊക്കെ ചിലപ്പോൾ സൂചിപ്പിക്കലുണ്ട് ചില കാര്യങ്ങളൊക്കെ. അതൊന്നും സാരല്ല ബാപ്പു, സാരല്ല എന്നുള്ള ആ രൂപത്തിൽ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴികാട്ടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ചേറ്റിയൊരു സംഘടനയാണ്. രാഷ്ട്രീയമായിട്ട് നമുക്ക് ഏറ്റവും അനിവാര്യപ്പെട്ട ഒരു സംഘടനയാണ്. പാണക്കാട് കുടുംബം നമ്മളെ ഇജ്ജത്താണ്. ഞാനങ്ങനെ കണക്കാക്കും. അതെ. ഇതിനെ മൂന്നിനും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നുണ്ട്. പക്ഷെ അവരെ പിടിച്ചു കിട്ടാൻ ആർക്കും കയ്യൊന്നും ചെയ്യാന്നുള്ളതാണ് സത്യം. ഇപ്പം തന്നെ തങ്ങളെ സംബന്ധിച്ച് ഒരു ആരോപണമുണ്ട്. പിന്നെ പാണക്കാട് കുടുംബത്തിന് എതിരാണ് തങ്ങളെന്ന്. ആ ആരോപണത്തിൽ അത് അങ്ങനെ പരസ്യപ്പെടുത്തുന്നതിൽ, അങ്ങനെ ജനങ്ങളെ ഹൃദയത്തിൽ അങ്ങനെ എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തിന് എതിരാണ് ജിഫ്രി തങ്ങൾ എന്ന് അങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ പാണക്കാട് കുടുംബത്തിന് ജിഫ്രി തങ്ങൾ എതിരല്ല. നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മർഹൂം നാട്ടിക ഉസ്താദ് പറഞ്ഞത്, പിന്നെ ഈ വളപുരം പിന്നെ തലാഖിൻ്റെ കാര്യത്തിൽ ഇവരങ്ങനെ പറഞ്ഞു. അത് ചർച്ച ചെയ്യാൻ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇതുവരെ കൂടിയിട്ടില്ല. വളപുരം തലാഖ് ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ടില്ല. പിന്നെ ജനകീയ ആസൂത്രണത്തെ പറ്റി ചർച്ച ചെയ്യാൻ സമസ്ത കേരള മുഷാവറയും കൂടിയിട്ടില്ല. ആ രൂപത്തിൽ പോയാൽ മതി. രണ്ടിൻ്റെ അസ്തിത്വം വകവെച്ചു. നൂറാം വാർഷികം വിജയിക്കാനേ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഗവൺമെൻറ് പറയാണ് വാഹനമൊന്നും റോഡിലൂടെ ഓടിപ്പോകരുത് എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തന്നെ നടന്ന ആളുകളോടൊത്തും സമസ്തയുടെ സമ്മേളനം വിജയിക്കും. അവിടെ ആളുകൾ നടന്നെത്തും. ആ ഒരു രൂപത്തിൽ തയ്യാറെടുപ്പാണ്. അത് വയസ്സായവരും മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടികളൊക്കെ തീരുമാനിച്ച് നിൽക്കുക. സമസ്തയുടെ സമ്മേളനത്തിനും ഗവൺമെൻറ് പറയുകയാണ് വാഹനങ്ങളൊന്നും ഓടാൻ പാടില്ല റോട്ടിലൂടെ. സമസ്തയുടെ സമ്മേളനത്തിന് ആളുകൾ നടന്നവിടുത്തും. അത് വിജയിക്കോ ഇല്ലേ എന്നുള്ള ആശങ്കൊന്നും ആർക്കും വേണ്ട. ഇൻഷാ അല്ലാഹ് അത് വിജയിക്കും. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഒന്ന് വിശ്രമം ഒന്ന് മാറ്റി വെക്കണം എന്നൊക്കെ ഞാനങ്ങനെ തങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാപ്പു വിശ്രമിക്കാൻ പിന്നെ സമയമില്ല. അവസാനം ഞാൻ വല്ലാതെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് മരിച്ചു പോകാനായില്ലേ, ഇനിയിപ്പം മരിച്ചു എന്നിട്ട് മതി വിശ്രമം, അങ്ങനെ പറഞ്ഞു. ശരിക്ക് ജിഫ്രി തങ്ങൾക്കൊരു സെക്രട്ടറി ഒക്കെ ആവാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിരുന്നോ? ഞാനത് പല പ്രാവശ്യം പറഞ്ഞതാണ്. സെക്രട്ടറി വേണം. സെക്രട്ടറി എന്നല്ല, കൂടെ ഒരാളില്ലാതെ പോകരുത്. കഴിഞ്ഞ ദിവസം പിന്നെ സയ്യിദുൽ ഉലമ ദുആയിരുന്നു. അപ്പോൾ ആ ദുആയിൽ കുറച്ച് ദീർഘിച്ച ദുആയിരുന്നു. പിറ്റേന്ന് അമേരിക്കയിൽ ഓപ്പറേഷൻ പോവാണല്ലോ. അപ്പോൾ ആലിക്കുട്ടി ഉസ്താദും MT ഉസ്താദും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് വളരെ പിന്നെ വികാരഭരിതരായിട്ടാണ് ആമീൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും ചെല്ലുമ്പോൾ അഥവാ ബോധം തെളിയാണെങ്കിൽ തങ്ങളെ മനസ്സിലാവില്ല. ആറ്റപ്പൂവിനെ ഹൈദരലി തങ്ങൾ മനസ്സിലാവില്ല. അതെ അതെ, ആ വേഷം മാറുകയാണല്ലോ. അതെ, തല ഒഴിവാക്കിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒഴിവാക്കിയിട്ട് ചെയ്തുകൂടാൻ ചോദിച്ചു. അപ്പം മുസ്തഫ ഡോക്ടർ അത് മുഖം ഒഴിവാക്കിയിട്ട് കഴുത്തിൻ്റെ ഇവിടെ വെച്ചിട്ട് ഒക്കെ റെഡിയാക്കി. അങ്ങനെ രണ്ടാളും അകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ വാതിലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. നന്ദകുമാർ ഡോക്ടർ ഇതൊക്കെ വീക്ഷിക്കും, ആരൊക്കെയാണ് കിടക്കുന്നതെന്നൊക്കെ വലിയ കർശനമാണ്. അങ്ങനെ ഇവർ രണ്ടാളും അകത്ത് ചെന്നപ്പം ആദ്യമായിട്ട് തങ്ങൾ കണ്ണ് തുറക്കണം. ഇപ്പോൾ ചെല്ലുമ്പോഴാണ് കണ്ണ് തുറക്കണം. ബോധം തെളിയണം. അതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയത് ആറ്റപ്പൂവിൻ്റെ മുഖത്തേക്ക്. ആറ്റപ്പൂവിനെ താളം കാട്ടി അവിടെ. എന്നിട്ട് ഒരു രണ്ടാളും പുറത്തേക്ക് വന്നു. അപ്പം എന്നോട് വലിയ ഊറ്റത്തോടു കൂടി ആറ്റപ്പൂ പറഞ്ഞു, ബാപ്പു ബോധം തെളിഞ്ഞു കേട്ടോ. തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വാർത്ത കൊടുക്കുന്നത് സംബന്ധിച്ച ചില കാര്യം സാധാരണ ഇതിൽ സമസ്തയുടെ പ്രസിഡന്റ്
ആദ്യം വാർത്തയിൽ വരും, പേര് വരുമ്പോൾ വൈസ് പ്രസിഡന്റ് രണ്ടാമത് വരും. അപ്പം അത് ഡെസ്കിലിരിക്കുന്നത് പല തരത്തിൽ ഈ പ്രോട്ടോക്കോൾ നോക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രസിഡന്റ് ആയിരിക്കും അവരുടെ കണ്ണിൽ വലുത്. പക്ഷെ നമുക്കൊരു സമുദായത്തിൻ്റെ വീക്ഷണകോണിൽ അത് ജിഫ്രി തങ്ങൾ ഇടപെട്ടത്, അത് എൻ്റെ പേര് രണ്ടാമത് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, അദ്ദേഹത്തെ പ്രായം കൊണ്ട് ബഹുമാനിക്കണം, ഒന്നാമതാക്കി കൊടുക്കണം എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞതായിട്ട് ഞങ്ങളോട് CEO പലപ്പോഴും. രാഷ്ട്രീയത്തിലും ഈ മതസംഘടനയിലൊക്കെ ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ എനിക്കെന്താ അതുകൊണ്ട് കാര്യം നോക്കുന്നൊരു വിഭാഗമുണ്ട്. അവരാണ് കൂടുതൽ പെട്ടതായി. എൻ്റെ അടുത്തൊരു നേതാവ് പറഞ്ഞത്, എനിക്കൊരു ദിവസം 10,000-15,000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് പ്രസംഗിക്കാൻ പോയിട്ട്. രാവിലെ മലപ്പുറം ജില്ലയിലെ ഇന്ന സ്ഥലത്ത് സെമിനാറോ ക്യാമ്പയിനോ ആയിരിക്കും, അസറിന് ശേഷം വേറൊരു പ്രോഗ്രാമുണ്ട്, മഗ്‌രിബിന് ശേഷം പൊതുയോഗമുണ്ട്. ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത 5,000 രൂപയെങ്കിലും ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് കിട്ടുന്നുണ്ട്. നല്ല വരുമാനമാണ്. ആളുള്ളിടത്ത് ഞാനുണ്ടാക്കും. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. സമസ്ത കേരള ജമീയത്തുൽ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന് ദുനിയാവും ആഖിറവും കിട്ടുന്ന രൂപത്തിലുള്ള ജീവിത രീതി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ വഴികാട്ടിയായിട്ട് ആ നിലക്ക് ജനങ്ങളെ സംഘടിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകുന്ന, ഒരു കാരണവശാലും ശരീഅത്തിൻ്റെ പാതയിൽ തെറ്റാതെ കൊണ്ടുപോകുന്ന, അതും ആളുകളെ കയറ്റിയൊരു കപ്പലാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഏത് കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിലും അതിൻ്റെ നേതൃത്വം അത് കൊണ്ടുപോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. അത് ഇനി വാപ്പി എന്ന് പറഞ്ഞൊരു തൊണ്ട് തളഞ്ഞിട്ട് നിൽക്കുന്നുള്ള അഭിപ്രായം എനിക്കില്ല.